അപ്പച്ചനെവിടെ? ലോനപ്പേട്ടൻ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡി വെച്ചോ? അപ്പച്ചൻ മെത്രാനെ കാണാൻ അരമനിൽ ഇറങ്ങി. നീ പഞ്ചാരടിച്ചിക്കണ താഴേക്ക് വന്നേ, ഒരു കാര്യം പറയാണ്ട്. വരാം. സീരിയസ് ആണ് കേട്ടാ. വരാന്നേ. സഖാവിന്റെ ചേച്ചി അളിയനെ ഒരു വണ്ടിക്ക് കെട്ടാം. നല്ല സ്വഭാവ. നമ്മളെന്താ 2 വണ്ടിക്ക് കിട്ടും? എത്ര വണ്ടിക്ക് കെട്ടേണ്ടി വരും കാണാം. കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. എന്താ കല്യാണം കഴിഞ്ഞ സ്വഭാവവും മാറും നോക്കിയോ. ലവ് ബിഫോർ മാരേജും ആഫ്റ്റർ മാരേജും രണ്ടും രണ്ടാ. സംസാരിക്കുന്ന കേട്ടാ 2 കെട്ടിയ എക്സ്പീരിയൻസ് ഉള്ള പോലെ. ഞാൻ എന്റെ ചേച്ചിയുടെ ജീവിതം കണ്ടിട്ടുണ്ട്. കല്യാണത്തിന് മുമ്പ് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇവരിൽ ആരിൽ ഒരാൾ ചത്തുപോയാൽ മറ്റേ ആ നിമിഷം തൂങ്ങിച്ചാവുന്നു. അത്രയ്ക്ക് സ്നേഹമായിരുന്നു. ഇപ്പൊ എന്റെ ചേച്ചി എങ്ങനെങ്കിലും ചത്തുപോയാൽ മതി നയക്ക്. എടാ, നിന്നോട് ജോൺസേട്ടൻ താഴേക്ക് എല്ലാം പറഞ്ഞില്ലേ? ഞാൻ വന്നേക്കാം, ചേച്ചി പോയിക്കോ. അത് പറ്റില്ല, ഇപ്പൊ തന്നെ പോണം. വാ. എന്തിന്? നിന്നോട് ചെല്ലാനാ പറഞ്ഞേ. ഇത് ഭയങ്കര കഷ്ടാ. ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ പ്രിയക്ക്? ഏത്? അല്ല, ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ശരി എന്ന് പറഞ്ഞ് ഏത് നേരം ഇവിടെ ഇങ്ങനെ ഒരുമാതിരി ഇതൊട്ടും ശരിയല്ല. വിഷമൊന്നും വിചാരിക്കരുത്. ഈ വീട് രക്ഷപ്പെടാൻ പോവാ. അവരോട് ഇഷ്ടമുണ്ടെങ്കിൽ പ്രിയ അതിനെതിരെ നിൽക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. തെണ്ടിത്തരം ഇതിന് പറയാ, തെണ്ടിത്തരം. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല. അല്ലെങ്കിൽ ഇന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും. ചേച്ചി വെറുതെ ആവശ്യമില്ലാതെ. നീ വെറുതെ ഇമോഷണൽ ആവല്ലേ, കുറച്ചൊക്കെ പ്രാക്ടിക്കൽ ആവണം. അളിയൻ ഇനി ഇക്കാര്യത്തിൽ ഒരു അക്ഷരം മിണ്ടി പോരുത്. മിണ്ടി അതോടെ തീർന്നു ഞാനുമായിട്ടുള്ള ബന്ധം. എന്താണ്? ഓ, എന്താ കാര്യം? അത് ശരി. അപ്പൊ എല്ലാരും കൂടെ അറിഞ്ഞിട്ടാണല്ലോ ഇതൊക്കെ. എന്തറിഞ്ഞിട്ട്? ഇത് ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ല. ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിൽ അത് പ്രിയയായിരിക്കും. എന്റെ ജീവിതം അങ്ങനെ കച്ചവടം നടത്താനുള്ള അല്ല. കച്ചവടം? എന്താ ജോൺസൺ പറയണേ? ഞങ്ങക്ക് കച്ചവടം നടത്തണമെന്നല്ല. ലോനപ്പം മുതലാളിയുടെ മോളെ സാധനം കൊണ്ട് കെട്ടിച്ച 59 ലക്ഷം രൂപ വേണ്ടാന്ന് വെക്കും. ഈ വീട് പോവില്ല. അപ്പൊ പ്രിയമോളോ? ഓ, പ്രിയമോള് അവക്ക് വല്ല 10 100 കൊടുത്ത് ഒഴിവാക്കി വിടണം. അരമനയിൽ മെത്രാനച്ഛൻ ഇടപെട്ടുണ്ടൊക്കെ കോംപ്രമൈസാ. ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത ബന്ധ. കാശ് എന്തോരാന്ന് വിചാരിച്ച്. എന്നാലും അത് വലിയ ചതിയല്ലടാ. ചതിയാണെങ്കിൽ എല്ലാരും കൂടെ കെട്ടി ഇറങ്ങിക്കോ. അല്ലെങ്കിലേ കനാൽ തിണ്ടത്തങ്ങാണ്ട പെണ്ണിന്റെ വീടുണ്ട്, അങ്ങോട്ട് പോയിക്കോ. എന്താടി കരയണേ? ഒന്നുമില്ല മോളെ. മോളെ, ഈ കറിവേപ്പില പോലെയല്ലേ? എന്താ പറ്റി മോളെ? കരയട്ടെ, അവള് മനസ്സ് തുറന്ന് കരയട്ടെ. എന്താ പറ്റി എന്റെ മോക്ക്? സാരില്ല, ഞാനിത് എപ്പോഴും പ്രതീക്ഷിച്ചിരുന്നു. ഇക്കാലത്ത് അങ്ങനെയാ മനുഷ്യര്. എല്ലാറ്റിലും വലുത് പണാണ്. അതിനുവേണ്ടി കൊല്ലാനും ചതിക്കാനും മടിക്കില്ല. സാജനെ ഞാൻ കുറ്റം പറയില്ല. സാജന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ചിലപ്പോ അങ്ങനെ ചെയ്യേണ്ടി വരും. ചേച്ചി അവിടെ ഇരിക്കേ. സാജൻ എന്തേലും സംസാരിക്കാൻ? അവിടെ ഇരിക്കും. സഖാവന്ത ഓട്ടോറിക്ഷയില്. പ്രിയ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. എന്താ? ചേച്ചി പ്ലീസ്. ചേച്ചി അവിടെ ഇരുന്നോട്ടെ. ചേച്ചി അറിയാൻ പാടില്ലാത്ത എന്ത് കാര്യ സഖാവിന് പറയാനുള്ളത്? പ്ലീസ് പ്രിയ, നീ എന്നെ മനസ്സിലാക്കണം. വേറെ ആര് പറയണതും കണക്കാക്കരുത്. ഇല്ല, കണക്കാക്കില്ല. പക്ഷെ സാജൻ എന്ത് ചെയ്യാൻ പറ്റും? പറ്റില്ല. ഞാൻ നിന്നെ വിളിച്ചോണ്ട് പോകും. എങ്ങോട്ട്? എന്താ, എന്റെ കൂടെ എങ്ങോട്ടും വന്നൂടെ? അടുത്ത മാസം മസൂറിയിൽ ട്രെയിനിങ് തുടങ്ങും. പക്ഷെ ഇന്ന് നമ്മൾ പോകുന്നു ഡൽഹിക്ക്. നാളേക്ക് മാറ്റി ചിലപ്പോ എനിക്ക് പറ്റിയില്ല എന്ന് വരും. എല്ലാരും കൂടെ എന്നെ ഡൽഹിക്ക് പോയിട്ട് അവിടെ എനിക്കിപ്പോ ചില പരിചയക്കാരുണ്ട്. 1 മാസത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ജോലി സംഘടിപ്പിക്കാൻ വിഷമമുണ്ടാവില്ല. ട്രെയിനിങ് പറഞ്ഞാൽ തന്നെ ഒരു ഹോസ്റ്റലിലാക്കിയിട്ട് ഞാൻ മസൂറിക്ക് പോകും. രാത്രി പാലക്കാട് നിന്ന് മദ്രാസിനൊരു വണ്ടിയുണ്ട്, അതിന് ടിക്കറ്റ് കിട്ടും. അവിടുന്ന് സൗകര്യം പോലെ പോവാം. രാത്രി ഞാൻ കാറുമായിട്ട് വരും. പോട്ടെ ചേച്ചി, ഒരുങ്ങിയിരിക്കണം. ഞാൻ പോവാണ് ചേച്ചി. വേറൊന്നും നീ ആലോചിക്കണ്ട. അമ്മയെ ഞാൻ നോക്കിക്കൊള്ളാം. എങ്ങനെയെങ്കിലും നീ നരകത്തിൽ നിന്ന് പോ.
കരച്ചിലും പിടിച്ചിലൊക്കെ ഇപ്പൊ തീർത്തോളണം. അവള് പോകുമ്പോ സന്തോഷമായിട്ട് നിൽക്കേണ്ടതാ. ചെറിയമ്മ എങ്ങടാ പോണമ്മ? അതെ, ചെറിയമ്മയ്ക്ക് ഒരു ജോലി കിട്ടി. എന്ത് ജോലി? ഇവിടെ വരാനുള്ള ഒരു അങ്കിളില്ലേ, ആ അങ്കിളിന്റെ ഭാര്യയായിട്ടൊരു ജോലി. ഭാര്യ ഒരു ജോലിയാ? നീ ചെറിയമ്മോട് ചോദിക്ക്. ചെറിയമ്മ, ഭാര്യ എന്ന് പറയുന്ന ഒരു ജോലിയാണോ? ആ, അതൊരു ജോലി തന്നെയാ. ഒരു വണ്ടി വരുന്ന ശബ്ദമല്ലേ കേൾക്കണത്? പോവല്ലേ? എങ്ങോട്ട്? എനിക്ക് മനസ്സിലായി, നിന്റെ തള്ള പോയി ദൂരെ കണ്ടോന്റെ കൂടെ പോവല്ലേ? ഉറങ്ങുള്ളേ. അയ്യോ, അരമനേന്ന് ഇപ്പൊ വന്നേ ഉള്ളൂ. അപ്പനെ നീ വെറുക്കരുത്. അടുത്ത ആഴ്ച മനസ്സമ്മതം നടത്താന്ന് എനിക്ക് വാക്ക് കൊടുക്കേണ്ടി വന്നു. ആരോട് ചോദിച്ചിട്ടോ? ആരോടും ചോദിച്ചില്ല. അല്ലെങ്കിൽ നിന്റെ അമ്മച്ചിനും അമ്മാമനെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകും മോനെ? എന്നെ അപ്പച്ചന് കൊടുത്തില്ലല്ലേ? ഓർത്തു, പക്ഷേ സാരല്ല. വാക്ക് കൊടുത്ത അപ്പച്ചനല്ലേ, അത് പാലിക്കണമെന്ന് നിന്നോട് ഞാൻ പറയില്ല. ഇത് സാജൻ തന്നെ. നീ വേഗം വാ, ഇതൊക്കെ ഞാൻ എടുക്കാം. ഞാൻ പോട്ടെ. അമ്മ പിന്നെയും തുടങ്ങി. അമ്മ ഒന്ന് വേഗം വാ, ആ തള്ള കാണണ്ട. ഞാൻ പോയിക്കോട്ടെ സാറേ. ഗുഡ് നൈറ്റ്. ഡാഡി, പാതിരാത്രി കെട്ടും പാണ്ടായിട്ടങ്ങടാ ചോദിച്ചു കേട്ടില്ലേ? ഡാഡി മിണ്ടാതെ. തള്ളയെ പോലെ മോളും വേലിയിടാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എന്തായി? തള്ളേ, എന്താടി ഇവിടെ ഒന്നും ആയില്ലേ? വെട്ടി വിഴുങ്ങണല്ലോ. എന്താടി ചോറ് വെന്തില്ലേ ഇതുവരെ? വേവാവുന്നു. അയ്യോ എന്ത് ലവി ഇത്? ആരാ ഇതിന് മുളകിട്ടെ? അവള് തന്നെ. അത് പ്രായത്തിന്റെയാ. ഇതുള്ള പ്രായമല്ലേ ഇത്? എടി പ്രിയേ, നിനക്കൊരു വിസിറ്റർ. ആരാ? ആ ഏതോ ഒരുത്തൻ. വേണ്ട, എനിക്കറിയാൻ കാണണ്ട.
പാലക്കാട് അസിസ്റ്റന്റ് കളക്ടറാണ്. നിന്നെയൊന്ന് കണ്ടേ ഒക്കുന്നു ഇദ്ദേഹത്തിന് നിർബന്ധം. കോളേജിൽ ഒരുമിച്ചായിരുന്നു പറഞ്ഞു. കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. സൂപ്രണ്ട്, ഒരു നിമിഷം പ്ലീസ്. സർ. പ്രിയ, നീ എന്നെ കണ്ടിട്ടേ ഉള്ളൂ അല്ലേ? എന്നെ അറിയില്ല അല്ലേ? ദേവി ഇതിനോട് സംസാരിക്കരുത്. എന്നെ കാണണ്ട ഒരിക്കൽ. പ്രിയ, സാർ. സാർ, വീടെത്തി. ഞാൻ കാശ് പിടിച്ച് പറയും എന്റെ മോനെ നീ ഒരക്ഷരം ഇടരുത്. അതിനുള്ള യോഗ്യത എനിക്ക്. പക്ഷെ ആ സാറിനോട് ഞാൻ രണ്ടു വർത്താനം പറയും. പറഞ്ഞിട്ടേ ലോനപ്പം പോകും. അതിപ്പോ പോലീസ് അല്ല പട്ടാളം വന്നാലും പറയും. ഇത്ര നാൾ ഞാൻ വിചാരിച്ചത് നിന്റെ അപ്പന് രണ്ട് തന്തയുണ്ടെന്നാ. പക്ഷെ ഇപ്പൊ മനസ്സിലായി നിങ്ങൾക്ക് കുടുംബത്തോടെ രണ്ട് തന്തമാരാണ്. കൈ കിടന്ന കാശ് വന്നിട്ട് 5 കൊല്ലത്തോളം മുതലുമില്ല, പരിചയമില്ല. ഒടുവിൽ എന്റെ മോളെ കല്യാണം കഴിക്കാന്ന് വാക്കും പറഞ്ഞ് മനസ്സമ്മതം നടത്തിയിട്ട് ഇപ്പൊ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു വന്നപ്പോ നിന്റെ അപ്പന് രണ്ട് തന്ത. എന്താ വല്ലതും പറയണ്ടോ? മറുപടി പറയാൻ എനിക്ക് വാക്കില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, കരാറും വാക്കിനേക്കാളും ഒക്കെ വലുതാ മനസ്സും ജീവിതവും. എന്റെ അപ്പൻ തന്ന വാക്ക് പാലിക്കാൻ എനിക്ക് നിങ്ങളെ മകളെ വിവാഹം കഴിക്കാം. പക്ഷേ മനസ്സും ജീവിതം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്തിനാ ദ്രോഹം ചെയ്യണം? വേണ്ട, എന്റെ മോൾക്ക് നിന്നേക്കാൾ വലിയ ഗുണസാണ്ടം കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. 1 മാസത്തിനുള്ളിൽ ഞാൻ നടത്തും. എന്നിട്ട് നിന്റെ മുമ്പിൽ വരും. അവളുടെ കെട്ടിയവന്റെ മുമ്പിൽ നീ സലാം വെച്ച് നിൽക്കും. ഇല്ലെങ്കിൽ ലോനക്കുട്ടി ഇതാ ഇങ്ങനെ വിളിച്ചോ. പോട്ടാ ജോസഫേ, നീ മിടുക്കനായിക്കോ. അപ്പച്ചൻ ചെയ്ത തെറ്റാ. അത് അപ്പച്ചൻ തന്നെ തിരുത്തി. അതിന്റെ പഴിയും ദോഷവും അപ്പച്ചൻ തന്നെ ഏറ്റോളാം. ഓടാ. എല്ലാം കൊടുത്തു, കാറും വീടും എല്ലാം. 1 കോടി രൂപയുടെ മുതല വേറെ 20 ലക്ഷം രൂപയ്ക്ക്. ആ, കൊണ്ടുപോട്ടെ. അമ്മച്ചിയും അമ്മാമ്മയും അവര് നാളെ ഇങ്ങെത്തും. അമ്മച്ചിക്ക് ആരോടൊക്കെ യാത്ര പറയാണ്ടെന്ന് പറഞ്ഞ് ആനിയുടെ അടുത്ത് നിൽക്കുക. വീടിന്റെ താക്കോല് കൊടുത്തപ്പോ മാത്രം അമ്മച്ചി ഇത്തിരി കരഞ്ഞു. ഞാനും. സാരമില്ല അപ്പച്ച, ഇനി നമ്മളൊരു പുതിയ ജീവിതം തുടങ്ങുക. കടക്കാരൻ നാണക്കേടൊന്നുമില്ലാത്ത സമാധാനവും സന്തോഷവുമുള്ള ഒരു ജീവിതം. മോനെ, നീ പറഞ്ഞത് ശരിയാ. ഇനിയാ നമ്മൾ ശരിക്കും ജീവിക്കാൻ പോണത്. പക്ഷെ നിനക്കൊരു ജീവിതം വേണ്ടടാ. എനിക്കുണ്ടല്ലോ. നിന്റെ മനസ്സ് കറിയുന്നത് അപ്പച്ചന് കാണാം. നിനക്കൊരു കൂട്ട് വേണ്ടേ മോനെ? എനിക്ക് കൂട്ടുണ്ടല്ലോ അപ്പച്ച. ജയിലിലാണെങ്കിലും അവൾ എന്റെ കൂടെയുണ്ട്. അത് മതി, അത് മതി എനിക്ക്. അവള് പുറത്തിറങ്ങാൻ ഇനി 9 കൊല്ലം കഴിയണം. 9 കൊല്ലം, 9 ദിവസം പോലെ പോകും. പക്ഷേ വേറൊരു കൂട്ട് എനിക്കില്ല അപ്പച്ച.